അമേരിക്കയിലെ ലാസ് വേഗസ് ട്രംപ് ഹോട്ടലിന് മുന്നിലെ ടെസ്ല ട്രക്ക് സ്ഫോടനം നടത്തിയത് US സ്പെഷ്യൽ ഫോഴ്സ് സൈനികൻ. കൊളറാഡോ സ്വദേശിയായ മാത്യു അലൈൻ ലിവൻസ്ബർഗർ ആണ് കാർ ഓടിച്ചിരുന്നത്. ആക്രമണത്തിന് മുൻപ് ഇയാൾ സ്വയം വെടിവെച്ചതായും പോലീസ് അറിയിച്ചു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റിരുന്നു. ലിവൻസ്ബർഗർ സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടു. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ടോടെയാണ് FBI പുറത്തുവിടുന്നത്. ലിവൻസ്ബർഗ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ സർവീസിൽ ഉൾപ്പെടുന്ന ഒരു സൈനികനാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും വിവരങ്ങളും ഇപ്പോൾ FBI പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ലാസ് വെഗാസിലെ സം ഹോട്ടലിന് മുന്നിൽ ഇത്തരത്തിൽ ഈ ടെസ്ലയുടെ സൈബർ ട്രക്ക് പാർക്ക് എത്തുകയും ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുകയും ഏതാണ്ട് മിനിറ്റുകൾക്കകം പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത്. ഇത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു നീക്കമാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ FBI എത്തിയിരിക്കുന്നത്. അതിന്റെ തെളിവുകളുമുണ്ട്. അതായത് അദ്ദേഹം കാർ ഓടിക്കുന്നതിനിടയിൽ കാർ നിർത്തിയ ഉടൻ തന്നെ സ്വയം വെടിവെക്കുകയും തുടർന്ന് ഈ സ്ഫോടനം നടത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഭീകരാക്രമണ സ്വഭാവമുള്ള സംഭവമല്ല. മാത്രമല്ല, ഓർലീൻസിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് കൃത്യമായ ബന്ധമില്ല എന്നത് തന്നെയാണ് FBI കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഓർലീൻസിലെ ആക്രമണം നടത്തിയതും ഇയാൾ ആക്രമണം നടത്തിയതും 2 വാഹനങ്ങളും ഹയർ ചെയ്തത് ഒരേ ഏജൻസിയിൽ നിന്നാണ് എന്നത് സംശയം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് ബേസ്ഡ് ആയ കാർ റെന്റ് ചെയ്യുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് ഈ 2 വാഹനങ്ങളും വാടകയ്ക്കെടുത്തത്. ആ ഒരു സംശയം നിലനിന്നിരുന്നത് കൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. നിലവിൽ ഈ 2 സംഭവങ്ങളും തമ്മിൽ, ഓർലീൻസിലെയും ലാസ് വെഗാസിലെയും സംഭവങ്ങൾ തമ്മിൽ നേരിട്ട് ബന്ധമില്ല എന്ന് വളരെ കൃത്യമായി FBI വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി.